ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അതായത് കയ്യൂർ റൊട്ടി. വളരെ പണ്ട് കാലം മുതൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കയ്യൂർ റൊട്ടി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ കയ്യൂർ റൊട്ടി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് കറികളോ ഒന്നും വേണമെന്നില്ല. ഇത് തേങ്ങാപ്പാലും അതേപോലെ പഞ്ചസാരയും ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ചിക്കൻ ആയാലും ബീഫ് ആയാലും ഇതിൻ്റെ കൂടെ പോകുന്ന നല്ലൊരു കോംബോ ആണ് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം വെച്ച് 1 ഗ്ലാസ് മാവിനാണ് 1.5 ഗ്ലാസ് വെള്ളം വെച്ചേക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് തിള വരുമ്പോഴത്തേക്കും 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ 1 കൈപ്പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ചിരകിയത് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ പാലൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്കിനി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 1 ഗ്ലാസ് അരിപ്പൊടിക്കാണ് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളത്. മാവിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം മാവ് എല്ലായിടവും ഒന്ന് നനയുകയും ചെയ്യും, ഒന്ന് ഒരേപോലെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. വെള്ളമെല്ലാം വലിഞ്ഞിട്ട് മാവൊന്ന് മുറി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ജീരകമാണ്. ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം കൈ കൊണ്ടെടുത്തിട്ട് ഒന്ന് വിതറിയിട്ട് കൊടുക്കുകയാണ്. കൈ കൊണ്ടിങ്ങനെ വിതറിയിട്ട് കൊടുക്കുമ്പോൾ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവും. സ്പൂൺ കൊണ്ടാകുമ്പം ഒരു ഭാഗത്ത് മാത്രം കൂടിക്കിടക്കും. അതുകൊണ്ട് കൈ കൊണ്ടൊന്ന് വിതറിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പത്തിരിക്ക് കുഴയ്ക്കുന്ന പോലെ അത്രയും അങ്ങ് സ്മൂത്തായിട്ട് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പലകയ്ക്കകത്തല്ല, നമ്മൾ കൈ കൊണ്ടാണ് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് കയ്യിലൊരിച്ചിരി വെളിച്ചെണ്ണ തൂത്തതിന് ശേഷം ഇതേപോലെ ഉരുളയാക്കി എടുക്കാം. ഉരുട്ടിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ തൊട്ട് ഇതേപോലെ ഇങ്ങനെ പരത്തി എടുക്കാം. ഇങ്ങനെ കൈകൊണ്ട് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ പലക എടുക്കാം. പലകയ്ക്കകത്ത് വെച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് എടുത്താൽ മതി. അപ്പം അതിനു മുമ്പ് ഇച്ചിരി വെളിച്ചെണ്ണ അതിനകത്ത് തൂക്കുന്നത് നല്ലതാണ്, ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പം സാധാരണ ഞാനിങ്ങനെ കൈ കൊണ്ടാണ് പരത്തി എടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പലക എടുക്കാനത്. അപ്പോൾ ഇതേപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും ഒരേ കനത്തിലാക്കി എടുക്കാം. സാധാരണ കയ്യൂർ റൊട്ടി എന്ന് പറയുമ്പം കുറച്ച് കനത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്കത് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എത്രയും നൈസാക്കി പരത്തിയെടുക്കാവോ അത്രയും തിന്നാക്കിയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് വിണ്ടു വരും. അപ്പോൾ തള്ളവിരലുകൊണ്ട് ചെറുതായിട്ടൊന്ന് അമക്കി കൊടുത്താൽ മതി, പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറിയ ഉണ്ടയാക്കി എടുത്തിട്ട് ചെറിയ റൊട്ടിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. എനിക്കൊരു 8 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും. ഞാനിപ്പോൾ ഒന്നും തേച്ച് കൊടുക്കുന്നില്ല, ഡയറക്റ്റായിട്ട് പാനിലിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം എല്ലാ ഭാഗവും ഒന്നുകൂടെ ഒരേ ലെവലിൽ കട്ട് ചെയ്ത് വരാൻ വേണ്ടിയാണ് ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലിട്ട് പരത്തുമ്പോൾ ചില ഭാഗം കട്ടി കൂടി ചില ഭാഗം കട്ടി കുറഞ്ഞ് അങ്ങനെ വരത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാം ഒരേ ലെവലിൽ കിട്ടും. അപ്പോൾ ഒരു ഭാഗം മൂത്ത് വന്നിട്ടുണ്ട്, ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കണം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയത്തിലിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ ഓവറായിട്ട് മൊരിയാതെ വേണം ചുട്ടെടുക്കാൻ വേണ്ടി. ഇനി അടുത്ത റൊട്ടിയും ഇതേപോലെ ഇട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് കൈ നനച്ച് കൊടുക്കാൻ നല്ലതാട്ടോ, കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അതേപോലെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. അങ്ങനെയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ കയ്യൂർ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൂട്ടാൻ വേണ്ടി ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫോ, ഞാൻ പറഞ്ഞ പോലെ ബീഫോ ചിക്കനോ എന്ത് കറി വേണമെങ്കിലും എടുക്കാം. അത് നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കനും ബീഫൊക്കെ കൂട്ടി കഴിക്കുമ്പം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക്